ഇപ്പോൾ പടം എടുത്ത് മാറ്റുക എന്നുള്ളത് തിയേറ്ററുകാരുടെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ഇതനുസരിച്ചാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ നേരത്തെ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് റിലീസ് ചെയ്തത്. ഇതുപോലത്തെ ചെയ്യില്ല, കാരണം ഇത് ചെയ്തു പോയില്ലേ, അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സബ്ജക്റ്റ് തീർച്ചയായിട്ടും ചെയ്യും. മുൻകാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടുണ്ടോ? മഞ്ഞുവരുടെ പെൺകുട്ടി എന്നുള്ള സിനിമ ഞാൻ അന്ന് ചെയ്തപ്പോൾ അന്ന് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട്, ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് അന്ന് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത് സ്ത്രീകൾ ഇതേപോലെ പുറത്തു പറയാൻ പറ്റില്ല. അതും സാമ്പത്തികമായിട്ട് വലിയ ഭയങ്കര ഹിറ്റായ പടമൊന്നുമല്ല. അത് സ്ത്രീപക്ഷ സിനിമയായിരുന്നു. ഈ പറയുന്ന ടീനേജ് കുട്ടികൾ അത് പ്രതിരോധിക്കുന്നതാണ്. കുട്ടി അയാളെ കൊല്ലാൻ പോകുന്നതായിരുന്നു ആ സിനിമയുടെ വിഷയം എന്ന് പറഞ്ഞത്. അന്നും സെൻസർ ബോർഡ് ആ സിനിമക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. നാഷണൽ അവാർഡിനും ഒക്കെ പോയി ഇന്ത്യൻ മനോരമയിൽ കാണിച്ച പടമാണത്. അപ്പോൾ ആ പ്രതിരോധം ആ സിനിമയിലുണ്ട്. ആ ഒരു ടീനേജ് പെൺകുട്ടി പ്രതിരോധിക്കുകയാണ്. അവളുടെ ബുദ്ധി അനുസരിച്ച് ഇയാളെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ വാടകയ്ക്ക് എടുത്തിട്ട് കുട്ടികളെല്ലാവരും കൂടി അയാളെ അതാണ് വിഷയം. പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നതാണ് അവർ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അന്ന് ഇപ്പം ചൈൽഡ് അബ്യൂസ് എന്തോരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്താ പറയുക പ്രസക്തമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള സിനിമകൾ എടുക്കില്ല എന്നുള്ള കമൽ എന്ന ഡയറക്ടറുടെ നിലപാടാണ്. പക്ഷെ വിവേകാനന്ദനെ പോലുള്ള പുരുഷൻ ഈ സമൂഹത്തിലുണ്ടെങ്കിലും അതുപോലെ വൈകൃതങ്ങളുള്ള അല്ലെങ്കിൽ നിയമസംരക്ഷണം നൽകുന്ന സ്ത്രീകൾ, അത് മുതലെടുക്കുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് രണ്ട് ഇതുമില്ല. എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരാണെന്നോ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നുള്ള ഒരു മുൻവിധിയൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ സിനിമ എടുക്കുകയില്ല. ഒരുപാട് സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ. നല്ല പുരുഷന്മാർ കൂടുതലുള്ള സമൂഹം തന്നെയാണത്. പക്ഷെ ഇങ്ങനെയുള്ള ചില ഇതിലും നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ച പോലെ ഇത് നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചോളം നിസ്സഹായരായി പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്ന് വരും, നാളെ അവർക്കെതിരെ കേസ് വരും. അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ സിനിമയിൽ ഞാൻ കാണിക്കണമെന്നില്ലല്ലോ. നാളെ ഇതിനെതിരെ പറഞ്ഞവരെ ആരെങ്കിലും ഈ മറ്റേതെങ്കിലും കഥാപാത്രം ഇവർക്കെതിരെ കേസ് കൊടുക്കാം. പോലീസും തൽക്കാലം ഇവർ വെറുതെ വിടുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പോലീസ് വെറുതെ വിടുന്നു. പുരുഷന്മാരെ തന്നെ വിടുന്നില്ലേ? അത് വിടും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ കേസ് വരുമായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം സിനിമയിൽ കാണിക്കണമെന്നില്ലല്ലോ. അപ്പം നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, കേസെടുക്കേണ്ടതൊക്കെയാണെന്നുള്ള ബോധ്യം എനിക്കുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്. കാരണം എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല.